അൽഹംദുലില്ലാഹ്. അൻആം സൂറത്തിൻ്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പറയുക, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അദൃശ്യകാര്യം ഞാൻ അറിയുകയുമില്ല. ഞാൻ ഒരു മലക്കാണ് എന്നും നിങ്ങളോട് പറയുന്നില്ല. എനിക്ക് ബോധനം നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിന്തുടരുന്നില്ല. പറയുക, അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? നിങ്ങളെന്താണ് ചിന്തിച്ച് നോക്കാത്തത്? തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നവർക്ക് ഇത് ദിവ്യബോധനം മുഖേന നീ താക്കീത് നൽകുക. അവന് പുറമെ യാതൊരു രക്ഷാധികാരിയും ശുപാർശകനും അവർക്കില്ല. അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. തങ്ങളുടെ രക്ഷിതാവിൻ്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ നീ ആട്ടിയകറ്റരുത്. അവരുടെ കണക്ക് നോക്കേണ്ട യാതൊരു ബാധ്യതയും നിനക്കില്ല. നിന്റെ കണക്ക് നോക്കേണ്ട യാതൊരു ബാധ്യതയും അവർക്കും ഇല്ല. എങ്കിലല്ലേ നീ അവരെ ആട്ടിയകറ്റേണ്ടി വരുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ അക്രമികളിൽ പെട്ടവനായിരിക്കും. അപ്രകാരം അവരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് നാം പരീക്ഷണ വിധേയരാക്കിയിരിക്കുന്നു. തങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ളത് ഈ കൂട്ടരെയാണോ എന്ന് അവർ പറയുവാൻ വേണ്ടിയത്രേ അത്. നന്ദി കാണിക്കുന്നവരെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനല്ലയോ? നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ നീ പറയുക, നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ രക്ഷിതാവ് കാരുണ്യത്തെ തൻ്റെ മേൽ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. അതായത്, നിങ്ങളിൽ നിന്നാരെങ്കിലും അവിവേകത്താൽ വല്ല തിന്മയും ചെയ്ത് പോകുകയും എന്നിട്ടതിന് ശേഷം പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന പക്ഷം അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അപ്രകാരം നാം തെളിവുകൾ വിശദീകരിച്ചു തരുന്നു. കുറ്റവാളികളുടെ മാർഗം വ്യക്തമായി വേർതിരിഞ്ഞ് കാണുവാൻ വേണ്ടിയുമാകുന്നു അത്. നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നതിൽ നിന്ന് തീർച്ചയായും ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു. പറയുക, നിങ്ങളുടെ തന്നിഷ്ടങ്ങളെ ഞാൻ പിന്തുടരുകയില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഞാൻ പിഴച്ചു കഴിഞ്ഞു. സന്മാർഗം പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ഞാൻ ആയിരിക്കുകയുമില്ല. പറയുക, തീർച്ചയായും എൻ്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ പ്രമാണത്തിന്മേലാണ് നിങ്ങളാകട്ടെ അതിനെ നിഷേധിച്ച് കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്തോന്നിനു വേണ്ടി തിടുക്കം കൂട്ടുന്നുവോ അത് ശിക്ഷ എൻ്റെ പക്കലില്ല. അതിൻ്റെ തീരുമാന അധികാരം അള്ളാഹുവിനു മാത്രമാണ്. അവൻ സത്യം വിവരിച്ചു തരുന്നു. അവനത്രേ തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമൻ. പറയുക, നിങ്ങൾ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എൻ്റെ പക്കലുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു അക്രമികളെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. അവൻ്റെ പക്കലാകുന്നു അദൃശ്യ കാര്യത്തിൻ്റെ ഖജനാവുകൾ. അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല. അവനത്രേ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നവൻ. പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അവൻ അറിയുകയും ചെയ്യുന്നു. പിന്നീട് നിർണിതമായ ജീവിത അവധി പൂർത്തിയാക്കപ്പെടുവാൻ വേണ്ടി പകലിൽ നിങ്ങളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു. പിന്നീട് അവങ്കലേക്ക് ആണ് നിങ്ങളുടെ മടക്കം. അനന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അവൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അവനത്രേ തൻ്റെ ദാസന്മാരുടെ മേൽ പരമ അധികാരമുള്ളവൻ. നിങ്ങളുടെ മേൽനോട്ടത്തിനായി അവൻ കാവൽക്കാരെ അയക്കുകയും ചെയ്യുന്നു.
അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ നമ്മുടെ ദൂതന്മാർ മലക്കുകൾ അവനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. ആ കാര്യത്തിൽ അവൻ ഒരു വീഴ്ചയും വരുത്തുകയില്ല. എന്നിട്ട് അവർ യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുവിലേക്ക് തിരിച്ചയക്കപ്പെടും. അറിയുക, അവനത്രേ തീരുമാന അധികാരം, അവൻ അതിവേഗം കണക്ക് നോക്കുന്നവനത്രേ. പറയുക, ഇതിൽ നിന്ന്, ഈ വിപത്തുകളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ആയിക്കൊള്ളാം എന്നു പറഞ്ഞുകൊണ്ട് അവനോട് നിങ്ങൾ താഴ്മയോടെയും രഹസ്യമായും പ്രാർത്ഥിക്കുന്ന സമയത്ത് കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് ആരാണ്? പറയുക, അള്ളാഹുവാണ് അവയിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അവനോട് പങ്ക് ചേർക്കുന്നുവല്ലോ. പറയുക, നിങ്ങളുടെ മുകൾ ഭാഗത്ത് നിന്നോ നിങ്ങളുടെ കാലുകളുടെ ചുവട്ടിൽ നിന്നോ നിങ്ങളുടെ മേൽ ശിക്ഷ അയക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഭിന്ന കക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരെ പീഡനം അനുഭവിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ളവനത്രേ അവൻ. നോക്കൂ, അവർ ഗ്രഹിക്കുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്. നബിയേ, നിന്റെ ജനത ഇത് സത്യമായിരിക്കെ ഇതിനെ നിഷേധിച്ച് കളഞ്ഞിരിക്കുന്നു. പറയുക, ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല. ഓരോ വൃത്താന്തത്തിനും അത് സത്യമായി പുലരുന്ന ഒരു സന്ദർഭമുണ്ട്. വഴിയെ നിങ്ങൾ അത് അറിഞ്ഞുകൊള്ളും. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്നതിൽ മുഴുകിയവരെ നീ കണ്ടാൽ അവർ മറ്റു വല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നതുവരെ നീ അവരിൽ നിന്നും തിരിഞ്ഞ് കളയുക. ഇനി വല്ലപ്പോഴും നിന്നെ പിശാച് മറപ്പിച്ച് കളയുന്ന പക്ഷം ഓർമ്മ വന്നതിന് ശേഷം അക്രമികളായ ആ ആളുകളുടെ കൂടെ നീ ഇരിക്കരുത്. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരുടെ അക്രമികളുടെ കണക്ക് നോക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. പക്ഷേ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, അവർ സൂക്ഷ്മതയുള്ളവരായേക്കാം. തങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കി തീർക്കുകയും ഐഹിക ജീവിതം കണ്ട് വഞ്ചിതരാകുകയും ചെയ്തിട്ടുള്ളവരെ നീ വിട്ടേക്കുക. ഏതൊരു ആത്മാവും സ്വയം ചെയ്തു വെച്ചതിൻ്റെ ഫലമായി നാശത്തിലേക്ക് തള്ളപ്പെടുമെന്നതിനാൽ ഇത് ഖുർആൻ മുഖേന നീ ഉത്ബോധനം നടത്തുക. അള്ളാഹുവിന് പുറമെ ഒരു ആത്മാവിന് യാതൊരു രക്ഷാധികാരിയും ശുപാർശകനും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവിധ പ്രായശ്ചിത്തവും നൽകിയാലും ആ ആത്മാവിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. സ്വയം ചെയ്തു വെച്ചതിൻ്റെ ഫലമായി നാശത്തിലേക്ക് തള്ളപ്പെട്ടവരത്രേ അവർ. അവർ നിഷേധിച്ചതിൻ്റെ ഫലമായി ചുട്ടുപൊള്ളുന്ന കുടിനീരും വേദനാജനകമായ ശിക്ഷയുമാണ് അവർക്ക് ഉണ്ടായിരിക്കുക. പറയുക, അള്ളാഹുവിന് പുറമെ ഞങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലാത്തതിനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയോ അള്ളാഹു ഞങ്ങളെ നേർവഴിയിലാക്കിയതിന് ശേഷം തങ്ങൾ പുറകോട്ട് മടക്കപ്പെടുകയോ എന്നിട്ട് പിശാചുക്കൾ തട്ടിത്തിരിച്ച് കൊണ്ടുപോയിട്ട് ഭൂമിയിൽ അന്താളിച്ച് കഴിയുന്ന ഒരുത്തനെ പോലെ ഞങ്ങളാവുകയോ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നേർവഴിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ചില കൂട്ടുകാരുണ്ട്. അവന് പറയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം. ലോകരക്ഷിതാവിനെ കീഴ്പ്പെടുവാനാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അൻആം സൂറത്തിലെ 50-ാം വചനം മുതൽ 71-ാം വചനം വരെയുള്ള സൂറത്തിൻ്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയും അത് പഠിക്കുകയും
അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ നിൻ്റെ സത്യദീനിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. ഇഹലോകത്തും പരലോകത്തും നന്മ ചെയ്യുകയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണേ. നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അള്ളാഹുവേ നിന്റെ ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. നിന്റെ സത്യദീനിൽ നീ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തണേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.